നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഫൈനലിസിമ ക്യാൻസൽ ചെയ്തതോടുകൂടി ഏറ്റവും അധികം പണി കിട്ടിയിരിക്കുന്നത് അർജൻറ്റീനക്കാണെന്ന് പറയേണ്ടി വരും. ഈ മാർച്ച് മാസത്തിൽ ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ അവർക്ക് എവിടെ നിന്ന് എതിരാളികളെ കിട്ടാനാണ്? 2 ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള അവസരമുണ്ട്. ആദ്യം അവർ ഷെഡ്യൂൾ ചെയ്തിരുന്ന 27-ാം തീയതി ഫൈനലിസിമ, അത് കഴിഞ്ഞ് 31-ാം തീയതി ഖത്തറുമായിട്ട് ഫ്രണ്ട്ലി മത്സരം. ഇതായിരുന്നല്ലോ പ്ലാന്. രണ്ടും തകിടം മറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവസാന നിമിഷം ഏതെതിരാളികളെ കിട്ടും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സ്കലോനിയുടെ പ്ലാൻ എന്താണ്? ഇതിപ്പോൾ നവംബർ മാസത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ കളി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ കളി ഉണ്ടായില്ല. ആകെ അങ്കോളയിൽ മാത്രം പോയി അവർ കളിച്ചു. അങ്ങനെ 2 മത്സരങ്ങൾ എല്ലാവരും കളിച്ചപ്പോൾ അർജൻറ്റീന 1 കളി മാത്രം കളിച്ചു. ഇപ്പോൾ ഈ മാസം എല്ലാവർക്കും 2 കളികളുണ്ട്. ബ്രസീലൊക്കെ വമ്പൻ ടീമുകളോടാണ് കളിക്കുന്നത്, ഫ്രാൻസിനോടും ക്രൊയേഷ്യയോടൊക്കെ. അർജൻറ്റീനയ്ക്ക് ഇനിയിപ്പോൾ അവസാന നിമിഷം എതിരാളികളെ കിട്ടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അർജൻറ്റീന സെർബിയയുമായിട്ട് കളിക്കാനൊരു ശ്രമം നടത്തിയെന്നാൽ യുവേഫ അത് ഡിനൈ ചെയ്തു എന്നുമാണ് ഇപ്പോൾ ഹെർണൻ കാസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അത് സ്പെയിനിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന്. ഫൈനലിസം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടി സ്പെയിനിന് ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ സെർബിയ എന്ന എതിരാളിയെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അർജൻറ്റീനയ്ക്ക് അത് ഡിനൈ ചെയ്തിരിക്കുകയാണ് യുവേഫ എന്ന റിപ്പോർട്ട് കൂടി ഹെർണൻ കാസിയോ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. എന്നാലും സ്കലോനിയുടെ പ്ലാൻ ഇനിയിപ്പോൾ എതിരാളികളെ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺമബോളും എഎഫ്എയും മാർച്ച് 27-നും മാർച്ച് 31-നുമായിട്ട് 2 എതിരാളികളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമം നടത്തും. പക്ഷേ ഈ അവസാന നിമിഷമായതുകൊണ്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലയണൽ സ്കലോനിയുടെ പിന്നെ പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ചില അർജൻറ്റീൻ സോഴ്സുകൾ പുറത്തുവിടുന്നുണ്ട്. അർജൻറ്റീന എസൈസ പ്രോപ്പർട്ടിയിൽ, അതായത് ബ്യൂണസ് അയേഴ്സിലേക്ക് ടീമിനെ മുഴുവൻ വിളിച്ചു വരുത്തി അവിടെ ഒരാഴ്ച മുഴുവനായിട്ട് ട്രെയിനിങ് നടത്തും. പിന്നെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കും. ആരോട്? അർജൻറ്റീനയുടെ അണ്ടർ 20 ടീമിനോട്, വിത്ത് ഫാൻസിന് അറ്റൻഡൻസ്. കളി കാണാൻ ഫാൻസിനൊക്കെ വിളിച്ചു വരുത്തി ഒരു വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു മത്സരം എന്ന രൂപത്തിൽ അർജൻറ്റീന അണ്ടർ 20 ടീമും അർജൻറ്റീന സീനിയർ ടീമും തമ്മിൽ ഫ്രണ്ട്ലി മത്സരം നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലെന്ന് അർജൻറ്റീൻ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത എഎഫ്ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.